നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുന്നത് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ നയമെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. CPM പങ്കുവെക്കുന്നത് കേരള വികസനം കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിലൂടെ എന്ന കാഴ്ചപ്പാട്. ഭരണം നിലനിർത്താനുള്ള അടവ് നയം നവഫാസിസത്തിന്റെ ആശീർവാദത്തോടെയെന്നും MM ഹസൻ. എലപ്പുള്ളിയിൽ ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രിസ്ത്യൻ കോളേജുകളിലും ആശുപത്രികളിലും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പരാമർശം തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനത്തിൽ. സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇവ പരിഹരിച്ച് മുന്നേറാൻ കഴിയണമെന്നും പാലക്കാട് ജില്ലാ കളക്ടർ G പ്രിയങ്ക. കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. വനിതാ ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിപുലമായ പരിപാടികൾ. ജില്ലാതല ഉദ്ഘാടനം ഷൊർണൂരിൽ. പാലക്കാട്ട് മഹിളാ കോൺഗ്രസിന്റെ നൂൺ വാക്ക്. BMS നേതൃത്വത്തിൽ വനിതാ തൊഴിലാളി സംഗമം. വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ പരിഹരിക്കാനോ കേരള സർക്കാരിന് താൽപര്യമില്ലെന്ന് BJP സംസ്ഥാന പ്രഭാരി അപരാജിത സാരംഗി MP. ആശാവർക്കർമാരുടെ സമരത്തിന് BJPയുടെ ഐക്യദാർഢ്യം. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ മാർച്ച്. ഒറ്റപ്പാലത്ത് ആശാവർക്കർമാരുടെ സമരത്തോടുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിനും അർബൻ ബാങ്ക് മുക്കുപണ്ട തട്ടിപ്പിനുമെതിരെ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. പിണറായി സർക്കാരും CPM-ഉം പണത്തിനു പിറകെയെന്ന് BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 47 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ യുവതീ യുവാക്കൾ അറസ്റ്റിൽ. ചാവക്കാട്ട് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി രാസലഹരി വേട്ട. MDMA-യുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. കേരളത്തിലേക്ക് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനി പാലക്കാട്ട് അറസ്റ്റിൽ. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്ന യുവാവിനെ പോലീസ് പിടികൂടി. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വീട് കുത്തി തുറന്ന കവർച്ച. സ്വർണവും പണവും കവർന്നു. കവർച്ച നടന്നത് ഭാരതപ്പുഴ റോഡിൽ മണ്ണുംപടിക്കൽ ജാഫർ അലിയുടെ വീട്ടിൽ. ചിനക്കത്തൂർ പൂരം വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. 7 ദേശം കോർഡിനേഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചത് ജില്ലാ ഭരണകൂടം അപേക്ഷ തള്ളിയതിനെ തുടർന്ന്. പൂരം ദിവസം രാത്രി 8-ന് പടിഞ്ഞാറൻചേരിയുടെയും 9:30-ന് തെക്കുമംഗലം ദേശത്തിന്റെയും 13-ന് രാവിലെ 7 ദേശ കമ്മിറ്റിയുടെയും വെടിക്കെട്ട് നടക്കുമെന്ന് ഭാരവാഹി. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി അവതാളത്തിൽ. കേരളത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ളത് 120 കോടിയോളം രൂപ. നഷ്ടപരിഹാരം ലഭിക്കാതെ ദുരിതത്തിലായത് 93,000-ലേറെ കർഷകർ. കേന്ദ്ര കേരള സർക്കാരുകൾ അടിയന്തരമായി പണം ലഭ്യമാക്കണമെന്ന് കർഷക സംഘം. വാർത്തകൾ വിശദമായി. CPM സമ്മേളനം ചർച്ച ചെയ്യുന്നത് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ നയമെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിലൂടെയാണ് CPM കേരള വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതെന്നും MM ഹസൻ തൃശൂരിൽ പറഞ്ഞു. CPM മുതലാളിത്ത പിന്തിരിപ്പൻ പാതയിലേക്ക് നീങ്ങിയെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് സമ്മേളനം നൽകുന്നതെന്ന് MM ഹസൻ ആരോപിച്ചു. കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിലൂടെയാണ് CPM-ന്റെ കേരള വികസന കാഴ്ചപ്പാട്. മറുവശത്ത് നവഫാസിസത്തിന്റെ ആശീർവാദമുണ്ട്. 3-ാം തവണ ഭരണം പിടിക്കാൻ അടവ് നയം സ്വീകരിക്കുകയാണ് പാർട്ടി. അഴിമതിയും അക്രമവും പിന്തിരിപ്പൻ ആശയങ്ങളുമാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്നും MM ഹസൻ ആരോപിച്ചു. ലഭിക്കുന്നത് അഴിമതിക്കും പണസമ്പാദനത്തിനുമുള്ള വഴി തുറക്കുന്നത് കൊണ്ട് 3-ാം വട്ടവും ഭരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയാൽ ഈ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർക്ക് വീണ്ടും അധികാരത്തിൻ്റെ തണലിൽ അവർക്ക് കൂടുതൽ സമ്പത്തുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് കഠിനമായ പരിശ്രമം നടത്തി അവരും 3-ാം വട്ടം ഗവൺമെൻറ് കൊണ്ടുവരാൻ 3-ാം ഭരണത്തിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ള ആഹ്വാനമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അഴിമതിയും അക്രമവും തികഞ്ഞ വലതുപക്ഷ പിന്തിരിപ്പൻ യാഥാർത്ഥിക ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഭരണമാണ് പിണറായിയുടെ 3-ാം ഭരണം എന്ന ആശയത്തിലുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാനുള്ള തീരുമാനം പിൻവലിച്ച് സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. ലഹരി വിപത്തിലൂടെ കേരളത്തെ ദുരന്തഭൂമിയാക്കി മാറ്റുന്ന സർക്കാർ വരും തലമുറയോട് കൊടും പാതകമാണ് ചെയ്യുന്നതെന്നും VM സുധീരൻ പാലക്കാട്ട് പറഞ്ഞു. ലഹരി വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കേരളത്തെ ദുരന്തഭൂമിയാക്കി മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം. വരും തലമുറയോട് കൊടും പാതകമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടു.
ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മദ്യശാലയ്ക്ക് അനുമതി നൽകാൻ കാണിക്കുന്ന ഉത്സാഹം സർക്കാർ കാണിക്കുന്നില്ല. ഇതിന് ജനങ്ങൾ ശക്തമായ തിരിച്ചടി നൽകുമെന്നും VM സുധീരൻ പറഞ്ഞു. എല്ലായിടത്തും നമ്മുടെ ചെറിയ കുട്ടികൾ പോലും ഈ വിപത്തിൻ്റെ ബലിയാടുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ അപകടം തിരിച്ചറിയാതെ ഒരു ദുരന്ത ഭൂമിയാക്കി കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ കൊടുത്ത പാതകമാണ് തലമുറകളോട് ചെയ്യുന്നത്, ജനങ്ങളോട് ചെയ്യുന്നത്, നാടിനോട് ചെയ്യുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം നാട്ടിൽ ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ സർക്കാർ സമസ്ത രംഗങ്ങളിലും പരാജയപ്പെട്ട സർക്കാർ. ജനതാൽപര്യം പരിഗണിച്ച് വളരെ അല്ലെങ്കിൽ വളരെ ധൃതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ബാധ്യസ്ഥരായ സർക്കാർ അതൊന്നും ചെയ്യാതെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ മദ്യശാല തുടങ്ങാൻ കാണിച്ച ഉത്സാഹത്തിൻ്റെ വേഗതയുടെ തെല്ലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ലഹരി വിപത്തിന്റെ അപകടം സമൂഹം തിരിച്ചറിയണം. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാനുള്ള തീരുമാനം പിൻവലിച്ച് ഇടതു സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും VM സുധീരൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 47 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ യുവതി-യുവാക്കൾ പിടിയിലായി. ട്രെയിനിലൂടെയുള്ള ലഹരിക്കടത്തിനെതിരായി പാലക്കാട് RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗവും റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സ്ക്വാഡും എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പാലക്കാട് ജംഗ്ഷനിൽ രാവിലെ എത്തിയ സന്ത്രാഗച്ചി മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ നിന്ന് പശ്ചിമബംഗാൾ ഹുഗ്ലി സ്വദേശികളായ സജൽ ഹൽദർ, ലവ്ലി മാലാഗർ എന്നിവരെ കഞ്ചാവുമായി പിടികൂടിയത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന 3 വലിയ ട്രോളി സൂട്ട്കേസുകളിലായി കടത്തിക്കൊണ്ടുവന്ന 47.7 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. പിടികൂടിയ കഞ്ചാവിന് 24 ലക്ഷത്തോളം രൂപ വില വരും. സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഒഡീഷയിൽ നിന്ന് കണ്ണൂർക്ക് കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. കണ്ണൂർ, അഴീക്കോട്, വളപട്ടണം, മട്ടന്നൂർ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് അറസ്റ്റിലായവരെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അറസ്റ്റിലായ യുവാവിനെതിരെ കണ്ണൂരിൽ കഞ്ചാവ് കേസ് നിലവിലുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനം തടയുന്നതിനായി വരും ദിവസങ്ങളിലും RPFും എക്സൈസും റെയിൽവേ പോലീസും ശക്തമായ പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ N കേശവദാസിന്റെയും പാലക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ R റിനോഷിന്റെയും റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സ്ക്വാഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചാവക്കാട് എക്സൈസിന്റെ വൻ രാസലഹരി മരുന്നുവേട്ട. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 2 കേസുകളിലായി MDMAയുമായി 2 പേർ പിടിയിലായി. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ റിൻഡോ CJയും പാർട്ടിയും ചേർന്നാണ് രാത്രികാല പരിശോധന നടത്തിയത്. കാരക്കാട്, പുന്ന പ്രദേശങ്ങളിൽ നിന്നായാണ് 2 കേസുകളിൽ രാസലഹരിയായ MDMAയുമായി 2 പേർ പിടിയിലായത്. ഗുരുവായൂർ കാരക്കാട് കാരയിൽ വീട്ടിൽ ശശികുമാറിന്റെ മകൻ 20 വയസ്സുള്ള ഗോവിന്ദ്, ചാവക്കാട് പുന്ന കറുപ്പം വീട്ടിൽ ഖാദറിന്റെ മകൻ 40 വയസ്സുള്ള സയ്യിദ് അക്ബർ എന്നിവരാണ് പിടിയിലായത്. ഗോവിന്ദിൽ നിന്ന് 1.101 ഗ്രാം MDMAയും സയ്യിദ് അക്ബറിൽ നിന്ന് 3.253 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. പരമാവധി 10 വർഷം തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾ ചെയ്തിട്ടുള്ളതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിനാണ് MDMA സൂക്ഷിച്ചതെന്നാണ് പ്രതികൾ എക്സൈസിനോട് പറഞ്ഞത്. ചാവക്കാടും പരിസരങ്ങളിലുമായി ലഹരിമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘങ്ങളെപ്പറ്റി ഇവരിൽ നിന്ന് കൂടുതൽ സൂചന ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. പ്രിവന്റീവ് ഓഫീസർമാരായ ബാഷ്പജൻ, സുനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KN ബിജു, A ജോസഫ്, S ശ്യാം, അക്ഷയ് കുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിത, സിനി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിലേക്ക് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനി പോലീസ് പിടിയിൽ. മാവേലിക്കര ചാരുമൂട് സ്വദേശി സഞ്ജു R പിള്ളയെയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. 2024 നവംബർ 26 ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന്
31 ഗ്രാം MDMA തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി മുഹമ്മദ് ഷിഹാസിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. പ്രതി ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരിമരുന്ന് എത്തിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിൽ നടത്തിയ അന്വേഷണത്തിലാണ് സഞ്ജുവിനെ പിടികൂടിയത്. പ്രതിക്കെതിരെ മുൻപ് കേരളത്തിലും ബംഗളൂരുവിലും ലഹരിമരുന്ന് കൈവശം വെച്ചതിന് കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്ന 19-കാരൻ അറസ്റ്റിൽ. പള്ളിക്കൽ താഴത്ത് പറമ്പിൽ ബഷീറിന്റെ മകൻ അൻഷാദിനെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് അൻഷാദിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഏതാനും ദിവസങ്ങളായി നടത്തിവന്ന നിരീക്ഷണത്തിനൊടുവിലാണ് 19-കാരനായ അൻഷാദ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത്. ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ AR നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. മേഖലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അൻഷാദിന്റെ കഞ്ചാവ് വിൽപ്പന. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് യുവാവ് ലഹരി വസ്തുക്കൾ വിറ്റിരുന്നതായി പോലീസ് പറഞ്ഞു. CPOമാരായ ഗിരീഷ് C. സുബിൻ ചന്ദ്രൻ, നിതീഷ് VK രാമകൃഷ്ണൻ, വിനീത് മോൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രിസ്ത്യൻ കോളേജുകളിലും ആശുപത്രികളിലും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനത്തിലാണ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പരാമർശം. സമുദായത്തെ വിഭജിപ്പിച്ച് നശിപ്പിക്കാനാണ് ആസൂത്രിത ശ്രമം നടക്കുന്നതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് ആരോപിച്ചു. സമരങ്ങൾക്ക് പിന്നിൽ സമുദായത്തെ നശിപ്പിക്കാനുള്ള ശക്തികളുണ്ട്. നീക്കത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണം. എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും കത്തോലിക്കർ വേണം. രാഷ്ട്രീയ രംഗത്തേക്ക് സാമുദായിക അംഗങ്ങൾ എത്തുന്നില്ലെന്നും ആൻഡ്രൂസ് താഴത്ത് ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് ക്രൈസ്തവർ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്ര നിർമ്മിതിക്ക് ക്രൈസ്തവർ നൽകിയ സംഭാവനകൾ വിസ്മരിക്കപ്പെടുകയാണ്. ഈ സമുദായത്തെ വിഭജിച്ച് രണ്ടാക്കി നശിപ്പിക്കുക. വിഭജിക്കാൻ എങ്ങനെ? ഇന്ന് നമ്മുടെ സമുദായത്തിൽ കാണുന്ന ആരാധനാക്രമത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇതിൽ കാണുന്ന സമരത്തിന്റെ പിന്നിൽ നമ്മുടെ സമുദായത്തെ നശിപ്പിക്കാനുള്ള ശക്തികൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് അതുകൊണ്ട് രണ്ടു കൂട്ടരെയും ഒരുമിച്ച് പ്രോത്സാഹിപ്പിച്ച് നമ്മെ തല്ലിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കട്ടെ. നമ്മെ നശിപ്പിക്കാൻ, നമ്മുടെ ഈ സമുദായത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് സമുദായ ബോധത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിൽക്കുന്ന, നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ നിൽക്കുന്ന സമുദായമാണ്. അങ്ങനെ തന്നെ തുടരുകയും വേണം. എങ്കിലും നമ്മുടെ സമുദായ അംഗങ്ങളെ, നമ്മുടെ മക്കളെ സ്വന്തം കാലിൽ നിർത്താനായിട്ട് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു മനോഭാവമെങ്കിലും ഈ രൂപതകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ, നിങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത്, നമ്മളാണ് നേതൃത്വം കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ സമുദായത്തിന് വേണ്ടി ഒപ്പം രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല നേതാക്കന്മാരുണ്ടാകണം, നല്ല ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാകണം. രാജ്യത്ത് സിറിയൻ കാത്തലിക്സ് അതിവേഗം ഇല്ലാതാകുന്നുണ്ട്. പെൺകുട്ടികൾ വിവാഹം വേണ്ടെന്ന് പറയുന്നു. പുതുതലമുറ സൃഷ്ടിക്കപ്പെടുന്നില്ല. പലരും നാടുവിടുന്ന സാഹചര്യമാണ്. യുവാക്കൾ അന്യരാജ്യത്ത് ലഹരിക്ക് അടിമപ്പെടുന്നു. അതിവേഗം ഇല്ലാതാകുന്ന രണ്ടാമത്തെ സമുദായമായി കാത്തലിക്സ് മാറിയെന്നും ഈ സ്ഥിതിക്ക് മാറ്റം വരണമെന്നും തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇവ പരിഹരിച്ച് മുന്നേറാൻ കഴിയണമെന്നും ജില്ലാ കളക്ടർ G. പ്രിയങ്ക IAS. കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ച ഏറെ അഭിനന്ദനാർഹമാണെന്നും അവർ പറഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഷൊർണൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. സ്ത്രീ ശാക്തീകരണം കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. സ്ത്രീ സുരക്ഷ വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവ പരിഹരിച്ച് മുന്നേറാൻ സ്ത്രീ സമൂഹത്തിന് സാധിക്കണം. ഒട്ടേറെ നേട്ടങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അഭിനന്ദനാർഹമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ച ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടെന്നും കളക്ടർ സൂചിപ്പിച്ചു.
ഏത് വിഷയമായാലും സ്ത്രീകളെടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത്. പല പ്രതിസന്ധികളും ഉണ്ടാകാം. എന്നിരുന്നാലും സ്ത്രീകൾ കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയണമെന്നും കലക്ടർ പറഞ്ഞു. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷനും ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീയും സംയുക്തമായി ഷൊർണൂർ വികാസ് ഓഡിറ്റോറിയത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണ ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിച്ച് മുന്നേറാൻ കഴിയണമെന്ന് ചെയർമാൻ സൂചിപ്പിച്ചു. ലഹരിക്കെതിരെ ചെറുത്തുനിൽപ്പ് ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസ് മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഏറെ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൗൺസിലർ KM ലക്ഷ്മണൻ, SG മുകുന്ദൻ, VC സിന്ധു, PS രാജേഷ്, PP മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഓപ്പൺ ചർച്ചയിൽ അഡ്വക്കേറ്റ് PM ജയ, ഡോക്ടർ ലത ബിജു, ഷൊർണൂർ DYSP മനോജ് കുമാർ, വിമുക്തി കോർഡിനേറ്റർ C ആരതി, സാമൂഹ്യ പ്രവർത്തക V പ്രസീത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 100 കണക്കിന് കുടുംബശ്രീകൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ പരിഹരിക്കാനോ കേരള സർക്കാരിന് താൽപര്യമില്ലെന്ന് BJP സംസ്ഥാന പ്രഭാരി അപരാജിത സാരംഗി MP. ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് പാലക്കാട്ട് BJP നടത്തിയ ഐക്യദാർഢ്യ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അപരാജിത സാരംഗി. My dear sisters, today we are sitting here to talk about the ASHA workers. Across the state of Kerala, there is a lot of discontentment and anger among the ASHA workers who are our dear sisters. Today also, many of the ASHA workers are here and they have been demonstrating against the government of Kerala for the past 27 days. Today is International Women's Day. Everywhere in the state of Odisha, all the ASHA workers are everywhere protesting against the government. There is sadness on their faces. And I have come here as the co-in-charge of the Kerala Bharatiya Janata Party to tell all of you that the Bharatiya Janata Party in Kerala is very much with the ASHA workers. We want all the grievances of ASHA workers to be alleviated, to be solved. കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അപരാജിത സാരംഗി MP പറഞ്ഞു. വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും കേരള സർക്കാരിന് താൽപ്പര്യമില്ല. കേന്ദ്ര സർക്കാർ ഏതെല്ലാം കാര്യങ്ങൾക്ക് ഓരോ സർക്കാരുകൾക്കും എത്ര പണം കൊടുത്തു എന്നത് രഹസ്യമല്ല. രേഖകൾ സഹിതം എല്ലാ വിശദാംശങ്ങളും മന്ത്രാലയങ്ങൾക്ക് കീഴിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണെന്നും അപരാജിത സാരംഗി പറഞ്ഞു. I represent Bhubaneswar parliamentary constituency in the Lok Sabha for the second time. But in the Lok Sabha when I sit, I must tell you, there is nobody to talk about the issues of Kerala, the women, the men and all the problems that all of you are facing, except Suresh Gopiji, who is a minister, who cannot stand up and speak in the Lok Sabha. Since he is a minister, there is nobody to talk for Kerala. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, N ശിവരാജൻ, പ്രമീള ശശിധരൻ, KM ബിന്ദു, പ്രിയ അജയൻ, V ഉണ്ണികൃഷ്ണൻ, സുമലത മുരളി, ഓമനക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. BJP ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച ഐക്യദാർഢ്യ റാലി 5 വിളക്കിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പിണറായി സർക്കാരിനും CPM-നും ഏതു മാർഗത്തിലൂടെയും പണം സമ്പാദിക്കുകയെന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂവെന്ന് BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ. ആശാപ്രവർത്തകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുപണ്ട തട്ടിപ്പിനെതിരെയും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പന്തളം പ്രതാപൻ. ജീവിക്കാൻ വഴി തേടി കഠിനാധ്വാനം ചെയ്യുന്ന ആശാപ്രവർത്തകരെ അവഗണിച്ച് PSC ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ വാരിക്കോരി കൊടുക്കാൻ ഇടതു സർക്കാർ കാണിച്ച ധാർഷ്ട്യത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നും പന്തളം പ്രതാപൻ പറഞ്ഞു. ഭരണമേധാവിത്വമുള്ള സഹകരണ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയാണ് CPM ചെയ്യുന്നത്. നിക്ഷേപകരുടെ സമ്പാദ്യം ഇത്തരം ബാങ്കുകളിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ നടന്ന 50 ലക്ഷം രൂപയുടെ തട്ടിപ്പ് പുറത്തുവന്നത് CPM-നുള്ളിലെ കലഹങ്ങൾ മൂലമാണ്. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും CPM നേതൃത്വത്തിലുള്ള ബാങ്കുകളിലെല്ലാം മുക്കുപണ്ട പണയ തട്ടിപ്പും വായ്പാ തട്ടിപ്പുകളും നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച്
വിദഗ്ധ ഏജൻസി അന്വേഷണം നടത്തണമെന്നും പന്തളം പ്രതാപൻ ആവശ്യപ്പെട്ടു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ രാജ്യത്ത് സമരത്തിൽ കൂടി ശക്തരായി അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ആ CPM സമരത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് പോകട്ടെ, അത് രാഷ്ട്രീയമായി നമുക്കതിനെ കാണാം. പക്ഷേ സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരെ വളരെ മോശമായ ഭാഷയിൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് തിരുവനന്തപുരത്തെ സമരം മാറിയ സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ മീഡിയയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമരത്തിൻ്റെ ന്യായത്തെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റും സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിനെ നയിക്കുന്ന വീണ ജോർജും നടത്തുന്ന ചെപ്പടി വിദ്യകൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുന്ന ദയനീയമായ രാഷ്ട്രീയ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. BJP മധ്യമേഖലാ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, ജില്ലാ ഭാരവാഹികളായ KV ജയൻ, MP സതീഷ് കുമാർ, CS ദാസ്, B. മനോജ്, ST മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K. പ്രമോദ് കുമാർ, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, C. സുമേഷ്, സിനി മനോജ്, P. സത്യഭാമ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലഹരി വിരുദ്ധ കേരളത്തിനായി മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി നൂൺ വാക്ക് സംഘടിപ്പിച്ചു. കോട്ടമൈതാനത്ത് നിന്ന് ആരംഭിച്ച നൂൺ വാക്ക് മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സ്ത്രീകളാണ് മുന്നിട്ടിറങ്ങേണ്ടതെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. ആ ദൗത്യമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണ്. സംസ്ഥാന സർക്കാർ നടപടി ദുർബലമായതുകൊണ്ടാണ് ലഹരിയുടെ ഉപയോഗം വ്യാപിക്കുന്നതെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. നടപടിയെടുക്കേണ്ട എക്സൈസ് വകുപ്പ് കേവലം നോക്കുകുത്തിയാണ്. ാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പാലക്കാട് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ സമരത്തിന് തുടക്കം കുറിക്കുന്നത്. എന്റെ വാക്കുകൾ കേൾക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും സമൂഹത്തിന്റെയും പിന്തുണ മഹിളാ കോൺഗ്രസിനോടൊപ്പം ഈ നാടിനെ തെറ്റായ ദിശയിൽ നിന്ന് നേർവഴിക്ക് നയിക്കുവാൻ, ലഹരിയെ തടഞ്ഞു നിർത്തുന്നതിന്, അക്രമത്തിന് തടയിടുന്നതിന് വേണ്ടി നിങ്ങളുടെയൊക്കെ പിന്തുണ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഇന്ന് ലോക വനിതാ ദിനമാണ്. ഈ വനിതാ ദിനത്തിൽ മാത്രം ആദരിക്കപ്പെടേണ്ടവളല്ല സ്ത്രീ. എല്ലാ ദിവസങ്ങളിലും ഏത് ഇടങ്ങളിലാണോ സ്ത്രീ എത്തപ്പെടുന്നത് ആ ഇടങ്ങളിൽ എന്നും ആദരിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മഹിളാ കോൺഗ്രസ് വനിതാ ദിന ആഘോഷ പരിപാടികൾക്ക് കൂടി നേതൃത്വം കൊടുക്കുകയാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉച്ചനടത്തം 5 വിളക്കിന് മുന്നിൽ സമാപിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ PP പാഞ്ചാലി, TD ഗീത ശിവദാസ്, രമ രവീന്ദ്രൻ, പ്രേമ രാജേന്ദ്രൻ, സുജാത സ്വാമിനാഥൻ, പ്രീജ സുമേഷ്, M രമ, കോമളം, സത്യഭാമ, KV പാർവതി, M അനിത, പ്രതിഭ, ഭാഗ്യലക്ഷ്മി, ലതാ വാളയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഈശ്വറ്റപ്പാലത്ത് വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു. ഭാരതപ്പുഴ റോഡിൽ മണ്ണും പടിക്കൽ ജാഫർ അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 2 ഗ്രാമിന്റെ മോതിരവും 1500 രൂപയുമാണ് മോഷണം പോയത്. വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് കുടുംബം വീട് പൂട്ടി ആശുപത്രിയിൽ പോയ സമയത്താണ് മോഷണം നടന്നിരിക്കുന്നത്. 1:30 തിരിച്ചെത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ച പണവും സ്വർണവും മോഷ്ടിക്കപ്പെട്ടതായി അറിയുന്നത്. അലമാരയിലെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. സംഭവത്തിൽ വീട്ടുടമയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളത്തിൽ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് എടുത്ത കർഷകർക്ക് ലഭിക്കാനുള്ളത് 120 കോടിയോളം രൂപ. സംസ്ഥാനത്ത് ഇൻഷുറൻസ് എടുത്ത 93,000-ത്തിലധികം കർഷകരാണ് നഷ്ടപരിഹാരം തുക ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നത്. കേന്ദ്ര കേരള സർക്കാരുകൾ അടിയന്തരമായി പണം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം രംഗത്തെത്തി. 2023-2024, 2024-2025 വർഷങ്ങളിലെ ഇൻഷുറൻസ് ആനുകൂല്യമാണ് മുടങ്ങിക്കിടക്കുന്നത്. ഇത് 120 കോടിയോളം രൂപ വരും. സംസ്ഥാനത്തെ 93,011 കർഷകരാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന
നാശനഷ്ടത്തിനെതിരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയിട്ടുള്ളത്. കേന്ദ്രവും കേരളവും തുല്യ പങ്കാളിത്തത്തോടെയാണ് തുക നൽകേണ്ടത്. പണയം വെച്ചും കടം വാങ്ങിയും ഇറക്കിയ കൃഷി കാലാവസ്ഥാ വ്യതിയാനത്തിൽ നശിച്ചുപോയ ദയനീയ സ്ഥിതിയാണ് പല കർഷകരും നേരിടുന്നത്. ഈ അവസ്ഥയിൽ ഇൻഷുറൻസ് തുക വലിയ ആശ്വാസമാണ്. എന്നാൽ അതും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇരു സർക്കാരുകളും അടിയന്തരമായി കർഷകർക്ക് പണം നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കേരള കർഷക സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ PR വർഗീസ് ആവശ്യപ്പെട്ടു. കേരളത്തിലെ നെൽകൃഷിക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. ഏകദേശം ഒരു ഏക്കറിന് 40,000 രൂപ വരെ കാർഷിക രംഗത്ത് ഉൽപ്പാദന ചെലവ് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഈ ഉൽപ്പാദനത്തിന് പുറമെ വൻതോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2023, 24, 25 2 വർഷങ്ങളിലായി കേരളത്തിൽ 93,011 കൃഷിക്കാർ ഇൻഷുറൻസിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രീമിയം അടച്ചിട്ടുണ്ട്. ഈ 2 വർഷങ്ങളിലായി ഏകദേശം 120 കോടിയോളം രൂപ കൃഷിക്കാർക്ക് ലഭിക്കാനുണ്ട്. ഈ ഉയർന്ന ഉൽപ്പാദന ചെലവും കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന വലിയ വിളനാശവും കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലുള്ള ഇൻഷുറൻസ് സംഖ്യ കൃഷിക്കാർ അടച്ചതാണ്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായിട്ട് കൃഷിക്കാർക്ക് വിതരണം ചെയ്യണം. ഇൻഷുറൻസ് തുക എത്രയും വേഗം അനുവദിച്ചില്ലെങ്കിൽ നെൽകൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് പല കർഷകർക്കുമുള്ളതെന്നും കർഷക സംഘം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. ചെറുതുരുത്തി കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ നടന്ന സംവാദ പരിപാടിയിൽ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം PS ജന അധ്യക്ഷത വഹിച്ചു. ഏപ്രിൽ 12, 13 തീയതികളിൽ ചേലക്കരയിൽ നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ചെറുതുരുത്തിയിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ പങ്കെടുപ്പിച്ച് സംവാദ പരിപാടി സംഘടിപ്പിച്ചത്. പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം PS ജൂന സംവാദം നിയന്ത്രിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബേബി ഷാരി സ്ത്രീ മുന്നേറ്റം അവകാശബോധത്തോടെ എന്ന വിഷയം അവതരിപ്പിച്ചു. ദേശാഭിമാനി സീനിയർ സബ് എഡിറ്ററും നാടകപ്രവർത്തകയുമായ ജിഷ അഭിനയ സ്ത്രീയും മാധ്യമവും എന്ന വിഷയം അവതരിപ്പിച്ചു. സ്ത്രീയും തൊഴിലിടവും എന്ന വിഷയം KSEB വർക്കേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം K രമ്യ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അജിത രവികുമാർ, KM ലീല എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉപഹാര സമർപ്പണം നടത്തി. സംഘാടക സമിതി വൈസ് ചെയർപേഴ്സൺ CA റംല സ്വാഗതവും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനുലാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സമഗ്ര പേവിഷ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി മുള്ളൂർക്കര പഞ്ചായത്തിൽ തെരുവ് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് വാക്സിനേഷൻ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര വെറ്റിനറി സർജൻ ഡോക്ടർ കാർത്തിക് V കുട്ടൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുത്തു. പേവിഷ നിർമ്മാർജ്ജനത്തിനായി സാധ്യമായ എല്ലാ നടപടികളും ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുളപ്പുള്ളിയിൽ വൈദ്യുതി കേബിൾ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികരായ അച്ഛനും മകനും പരിക്കേൽക്കാനിടയായത് KSEB അനാസ്ഥ മൂലമെന്ന് BJP. താഴ്ന്നുകിടക്കുന്ന ലൈനുകളും കേബിളുകളും മേഖലയിൽ വൻ അപകട ഭീഷണിയായി മാറുകയാണെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കുളപ്പുള്ളി കണയം റോഡിൽ UP സ്കൂളിന് സമീപം വൈദ്യുതി കേബിൾ പൊട്ടിത്തൂങ്ങിക്കിടന്ന് ബൈക്ക് യാത്രികരായ മദൻ മോഹൻ, മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവം KSEBയുടെ അനാസ്ഥ മൂലമാണെന്ന് BJP ആരോപിച്ചു. വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ വൈദ്യുതി ലൈനിന് ഉയരമില്ലാത്തത് അപകട കാരണമാകുന്നതായി BJP ചൂണ്ടിക്കാട്ടി. KSEBയുടെ അശ്രദ്ധ മൂലം സംഭവിച്ച അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് BJP ആവശ്യപ്പെട്ടു. തീർത്തും KSEBയുടെ അനാസ്ഥ കൊണ്ടാണ്. കേബിൾ വയറുകളെല്ലാം താന്ന് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏതോ വലിയ വാഹനം പോയിട്ട് പൊട്ടിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുടുംബത്തിന് ഈ ഗതി ഉണ്ടായത്. കാരണം ഒരു കുടുംബത്തിലെ അച്ഛനും മകനും ജോലിക്ക് പോയി ജീവിക്കുന്ന ആ രണ്ടാളും കിടപ്പിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായിരുന്നു. അന്ന് KSEB ഓഫീസിൽ വന്ന് എഞ്ചിനീയറിനെ കണ്ട് സംസാരിച്ചു. ആ കുടുംബത്തിൻ്റെ ഈ ഹോസ്പിറ്റൽ ചെലവ് പൂർണ്ണമായും KSEB ചെയ്യണം, അവർക്ക് വേണ്ടി അത് ചെയ്തേ പറ്റൂ. അവരുടെ ഹോസ്പിറ്റൽ ചെലവും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും KSEB ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി ഞങ്ങൾ KSEB ഓഫീസിൽ വന്നിരിക്കുകയാണ്.
അവർ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിഞ്ഞു പോവുകയാണ്. എന്തായാലും KSEB ഇത്തരം നടപടികൾ ഷൊർണൂർ ഭാഗത്ത് പല മേഖലയിലുമുണ്ട്. പല മേഖലയിലും കേബിൾ വയറുകൾ താഴെ ഭാഗത്ത് കൂടെയാണ് പോകുന്നത്. റോഡ് ക്രോസ് ചെയ്യുന്ന വൈദ്യുതി കമ്പികളും സർവീസ് വയറുകളും മതിയായ ഉയരത്തിലല്ലെന്ന് കാണിച്ച് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് BJP പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരുവേഗപ്പുറയിൽ ഭിന്നശേഷിക്കാർക്കായി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ബജറ്റിൽ നിർദ്ദേശം. കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾക്കും PHCയുടെ ആധുനികവൽക്കരണത്തിനും പ്രധാന പരിഗണന നൽകി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപിക്കാൻ 20 ലക്ഷം രൂപയാണ് ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ജൂണിൽ തന്നെ വാടക കെട്ടിടത്തിൽ സെന്റർ തുടങ്ങാനും 1 വർഷത്തിനകം സ്വന്തം കെട്ടിടം കണ്ടെത്തി നിർമ്മിക്കാനും വൈസ് പ്രസിഡന്റ് കാഞ്ചന രാകേഷ് അവതരിപ്പിച്ച ബജറ്റിൽ നിർദ്ദേശിക്കുന്നു. ഭിന്നശേഷി ഉല്ലാസയാത്രയ്ക്ക് 2 ലക്ഷം രൂപയും കലാമേളയ്ക്ക് 1 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾ, സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് 25 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ഫോക്ലോർ പാർക്ക് പുനർനിർമ്മിച്ച് തുറന്നുകൊടുക്കുമെന്നും കുട്ടികൾക്ക് ചെമ്പ്രയിൽ നിർമ്മാണത്തിലുള്ള പാർക്ക് പൂർത്തിയാക്കുമെന്നും നരിപ്പറമ്പ് ഗവൺമെൻറ് UP സ്കൂളിൽ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഉപയോഗിക്കാവുന്ന മൾട്ടി പർപ്പസ് സ്റ്റേഡിയമായി ഉയർത്തുമെന്നുമാണ് മറ്റു സുപ്രധാന പ്രഖ്യാപനങ്ങൾ. വനിതകൾക്ക് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെൻ്ററിന് 15 ലക്ഷവും മുതിർന്ന പൗരന്മാർക്ക് വികസനക്ഷേമത്തിനായി 10 ലക്ഷവും സ്മാർട്ട് അംഗൻവാടിക്ക് 10 ലക്ഷവും ഹരിതകർമ്മ സേനയ്ക്ക് വാഹനം വാങ്ങാൻ 15 ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട്. വിളത്തൂർ ALP സ്കൂൾ മാഞ്ഞാമ്പ്ര റോഡ് പാലം പുനർനിർമ്മാണം, PHCയുടെ ആധുനികവൽക്കരണം, കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾ തുടങ്ങുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. 35,16,146,146 രൂപ വരവും 34,78,20,000 രൂപ ചെലവും 90,96,146 രൂപ മിച്ചവും കാണിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചിനക്കത്തൂർ പൂരം വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി ലഭിച്ചതായി ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റി ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂരദിവസമായ 12-ന് രാത്രി 8-ന് പടിഞ്ഞാറൻചേരിയും 9:30-ന് തെക്കുമംഗലം ദേശവും വെടിക്കെട്ട് നടത്തും. 13-ന് രാവിലെ 8-നാണ് ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റിയുടെ വെടിക്കെട്ട്. പൂരത്തിന് വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടത്തെ സമീപിക്കുകയും അവർ നിരസിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. അതേ തുടർന്ന് നമുക്ക് വെടിക്കെട്ടിന് അനുമതി ലഭിച്ചിട്ടുണ്ട് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കമ്മിറ്റിയുടെ അപേക്ഷ ജില്ലാ ഭരണകൂടം തള്ളിയതിനെ തുടർന്ന് കോർഡിനേഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അനുമതി ലഭിച്ചത്. പകൽ വൈകുന്നേരം 8 മണിക്ക് പടിഞ്ഞാറൻചേരിയുടെ വെടിക്കെട്ടും 9:30-ന് തെക്കുമംഗലം ദേശത്തിൻ്റെ വെടിക്കെട്ടുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പുലർച്ചെ ആനപ്പൂരം കഴിഞ്ഞതിന് ശേഷം 7 ദേശവും സംയുക്തമായിക്കൊണ്ട് വെടിക്കെട്ടും നടത്തുന്നു. ഇരു ചേരികളിലെയും ആനപ്പൂരങ്ങൾ വൈകിട്ട് 6:30-ന് പരസ്പരം നിന്ന് ഒരേ സമയം കുടമാറ്റം നടത്തും. ചിനക്കത്തൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പകൽപൂരത്തിന് സമാപനം കിഴക്ക് പടിഞ്ഞാറ് ചേരികളിലെ 27 ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെ നടത്തും. പടിഞ്ഞാറൻചേരിയിൽ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരും കിഴക്കൻചേരിയിൽ ചെറുശ്ശേരി കുട്ടന്മാരാരും പഴുവിൽ രഘുമാരാരും പാണ്ടിമേളത്തിന് നേതൃത്വം നൽകും. ഇരു ചേരികളിലും ആനപ്പൂരങ്ങൾ വൈകിട്ട് 6:30-ന് പരസ്പരം അഭിമുഖമായി നിന്ന് ഒരേ സമയം കുടമാറ്റം നടത്തും. ചിനക്കത്തൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പകൽപൂരത്തിന് സമാപനം. കിഴക്ക് പടിഞ്ഞാറ് ചേരികളിലെ 27 ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടത്തും. ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ R. മണികണ്ഠൻ, ജോയിന്റ് കൺവീനർ AR. രാജേഷ്, പുത്തൻവീട്ടിൽ ശശിധരൻ, M. സുഭാഷ്, K. ഹരിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ പഞ്ചായത്തിലെ 10-ാം വാർഡിലുള്ള ചെറുമുണ്ടശ്ശേരി ഷാപ്പുപടി റോഡ് നവീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ റോഡ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7,70,000 രൂപ ചെലവഴിച്ചാണ് ചെറുമുണ്ടശ്ശേരി ഷാപ്പുപടി റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. റോഡ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു.
അമ്പലപ്പാറ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന മുഹൂർത്തങ്ങൾ കൂടിയാണ് ഞങ്ങൾക്കിത്. ഓരോ റോഡ് എന്ന് പറയുമ്പോൾ വളരെ ജനങ്ങൾക്ക് എത്രമാത്രം അവരുടെ ഗതാഗത യോഗ്യ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ വെള്ളവും വെളിച്ചവും അതേപോലെ തന്നെ ഗതാഗതവും ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിഷ്കർഷ വെച്ചുകൊണ്ട് തന്നെയാണ് ഭരണസമിതി പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സൂചിപ്പിച്ചു 2 കോടി ഉറുപ്പിക. കാരണം പല ഭാഗത്തു നിന്നും എങ്ങനെയാണ് പ്രസിഡന്റ് ഇത്ര എടുക്കാൻ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ചെലവഴിക്കുമ്പോൾ നല്ലപോലെ അടിയിലേക്ക് നോക്കി അതിന് പറ്റുമോ എന്നുള്ളത് നോക്കി തന്നെയാണ് നമ്മൾ ചെലവഴിക്കാറുള്ളൂ. വിത്തെടുത്ത് ഉണ്ണുന്ന സ്വഭാവമൊന്നും നമുക്കില്ല. 2 കോടി രൂപയാണ് ഈ 24-25 ചിലവാക്കിയെങ്കിൽ വീണ്ടും ഇപ്പോൾ ഇക്കൊല്ലം കാശ് സൂചിപ്പിച്ച മാതിരി നമ്മൾ അതിൻ്റെ കാരണം അനാവശ്യ ചെലവുകൾ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. റോഡ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മധുരപലഹാര വിതരണവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷനും യാത്രയയപ്പ് സമ്മേളനവും വാണിയംകുളം സഹ്യ റീജൻസിയിൽ നടന്നു. HJTF സംസ്ഥാന പ്രസിഡന്റ് സുനിൽ ആന്റണി ഉദ്ഘാടനം ചെയ്തു. 2-3 മാസം നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് NPSന്റെ ഒരു പണിമുടക്ക് സമരം നടന്നു. ഞാൻ NPS പെട്ട ആളല്ല, എങ്കിലും ഞാൻ പറഞ്ഞു എന്റെ സ്കൂളിൽ 7 പേരുണ്ട്, NPS ഉള്ള 7 അധ്യാപകരുണ്ട്. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്യാണ്, ഞാൻ സ്ട്രൈക്ക് ചെയ്യാണ്. പക്ഷെ അന്ന് മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിരുന്നു. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് വൈകുന്നേരം 3:30 ആയപ്പോൾ വെറുതെ രജിസ്റ്റർ ബുക്ക് നോക്കി, 7 ഗ്രൂപ്പ് ഇരിക്കുന്നു. ആലോചിച്ച് അവർക്ക് കൂടി നടന്ന സമരത്തില് ഞാൻ അവർക്ക് അനുകൂലമായി നിൽക്കുകയും ഞാൻ നോക്കുന്ന സമയത്ത് ഒരാള് പോലും ചെയ്തിട്ടില്ല, അതിൽ പങ്കെടുത്തിട്ടില്ല. ഇതാണ് ഹയർ സെക്കൻഡറിയിലെ അവസ്ഥ. ഇനി ജൂനിയേഴ്സിന്റെ ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും കുറവ് പ്രശ്നമുള്ളത് പ്രിൻസിപ്പലിനാണ്. അവിടെ പ്രശ്നം കേട്ടോ, ഒരേ സമയത്ത് HST ജോയിൻ ചെയ്യുന്ന ആളാണ്. HSTക്കാരൻ പ്രിൻസിപ്പൽ ആവുന്നു, അതോടെ അയാൾ കഥ തീരുന്നു. മറ്റേ HSAക്കാരൻ ചെയ്യുന്നു, DD വരെയാകുന്നു. ജില്ലാ പ്രസിഡന്റ് ഷാജി താഴത്തുവീട് അധ്യക്ഷത വഹിച്ചു. സുനിൽ ആന്റണി, VV രാമകൃഷ്ണൻ, KS ശ്രീദേവി, പ്രകാശ് കോലേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. VV രാമകൃഷ്ണൻ മാസ്റ്റർ, KS ശ്രീദേവി, P സുബ്രഹ്മണ്യൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ജില്ലാ സെക്രട്ടറി KK സുരേഷ് സ്വാഗതവും P സരിൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ സ്വദേശിയായ ബാലകൃഷ്ണൻ നായർക്ക് വിജയലക്ഷ്മി എന്ന ആന മകൾ തന്നെയാണ്. 4 പെൺമക്കളെ വിവാഹം കഴിച്ചയച്ച അദ്ദേഹം വിജയലക്ഷ്മിക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം 5ാമത്തെ മകളുടേതാണ്. ലോക വനിതാ ദിനത്തിൽ കാണാം ഒരു വേറിട്ട കാഴ്ച. തന്റെ 5ാമത്തെ മകളെപ്പോലെ സ്നേഹിച്ചും ലാളിച്ചും കൊഞ്ചിച്ചും കൊണ്ടു നടക്കുകയാണ് വിജയലക്ഷ്മി എന്ന ആനയെ ബാലകൃഷ്ണൻ നായർ. 77-ാം വയസ്സിലും തൃശൂർ ജില്ലയിലെ അമല ആശുപത്രിക്ക് സമീപം പറപ്പൂർ തൊള്ളൂർ പുത്തൻ വീട്ടിൽ ബാലകൃഷ്ണൻ നായർ എപ്പോഴും ആനയുടെ പരിചരണവുമായി രംഗത്തുണ്ടാകും. മുള്ളൂർക്കര തിരുവാണിക്കാവ് വേല തിങ്കളാഴ്ച ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ഈ ആനയെ ക്ഷേത്രത്തിൽ നിത്യേന 2 നേരം തൊഴാനും മറ്റ് ചടങ്ങുകൾക്കുമായി കൊണ്ടുവന്നത്. ആനയെ കൊണ്ടുവരുമ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് ഒരാശയമുണ്ടായിരുന്നു. ലോക വനിതാ ദിനമല്ലേ വരുന്നത്, അതിൻ്റെ ഭാഗമായി ഒരു പിടിയാന തന്നെ ആവാം എന്ന്. ഈ ചർച്ചയ്ക്കൊടുവിലാണ് വിജയലക്ഷ്മി ക്ഷേത്രത്തിലെത്തിയത്. ഈ ആന സൗകര്യപ്രദമായി കിട്ടുന്നതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ എഴുന്നള്ളിപ്പും നടക്കാൻ സൗകര്യമുണ്ട്. പിന്നെ പിടിയാന എല്ലാ ക്ഷേത്രത്തിലും എഴുന്നള്ളിക്കും. ഭഗവാൻ ഗുരുവായൂരപ്പന് വരെ പിടിയാനെ കൊണ്ട് എഴുന്നള്ളിച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പിടിയാനയാണ്. പിടിയാന എഴുന്നള്ളിക്കാൻ പാടില്ല എന്ന് എവിടെ ഒരു ഇതിന് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ മുള്ളൂർക്കര മാത്രം പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിടിയാനെ ഇവിടെ എഴുന്നള്ളിക്കുന്നത്. പണ്ട് പടിയും ഈ പാലിയത്തെ ദേവസ്ഥയുള്ള സമയത്ത് പടിയും പിടിയാനയുണ്ടാവും. ബാലകൃഷ്ണൻ നായർക്ക് 4 പെൺകുട്ടികളാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞു. ഭാര്യ മരണപ്പെട്ടിരുന്നു. 2 വർഷത്തോളം ഒറ്റയ്ക്കായിരുന്നു ജീവിതം. പലരും മറ്റൊരു വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വിസമ്മതിച്ചു. ഇതിനിടയിലാണ് മകളായി വിജയലക്ഷ്മി കൂട്ടിനെത്തിയത്. വീടിന്റെ പേര് വെച്ച് തോളൂർ ജയലക്ഷ്മി എന്നാണ് പേരിട്ടത്. വിജയലക്ഷ്മി എന്ന ആനയെ സ്വന്തം മകളെപ്പോലെയാണ് പരിപാലിക്കുന്നതെന്ന് ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. എനിക്ക് ഒരു പെൺകുട്ടിയായിട്ട് ഒരു ആനക്കുട്ടിയെ കണ്ടെത്തി. അപ്പോൾ അതിനെ മേടിക്കണം എന്നൊരു ആഗ്രഹം കിടന്നു. ഞാനും വേറൊരാളും കൂടിയിട്ട് അതിനെ പോയി നോക്കി എടുത്തു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ അതിന് മുന്നോട്ട് കൊണ്ടുനടക്കണം. മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പോൾ ആരും വീട്ടിലാരും ഇല്ല. അപ്പോൾ ആരും പ്രായത്തിൽ അതാണ് എൻ്റെ ഒരു കൂട്ടുകാരിയായിട്ട് നീങ്ങുന്നത്.
അതാണ് ഇപ്പോൾ രാവ് പകൽ അതിൻ്റെ അടുത്ത് ഉണ്ടാവും. വീട്ടിലേക്ക് പോകണ ആഗ്രഹം, പുറത്ത് പോയാൽ പിന്നെ അവളെ കൊണ്ട് പോകുമ്പോഴേ വീട്ടിലേക്ക് പോകുള്ളൂ. അവളെ വഴിയിൽ നിർത്തിയിട്ട് വീട് പോകണ ആവശ്യം പോവില്ല. അങ്ങനെ പറമ്പിൽ റെഡ് കയറ്റി കെട്ടിയിട്ട് പിന്നെ വീട്ടിൽ പോകും. അവിടെ ചെന്നാൽ 2 നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, പട്ടിറക്കും, കഴുകാൻ സൗകര്യമുണ്ട്. 2 ആൾക്കാർ കൂടെ ഉണ്ടാവും, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അങ്ങനെ ഭംഗിയായിട്ട് നീങ്ങിപ്പോകും. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലെ ആനപ്പാപ്പാനായിരുന്നു അദ്ദേഹം. അവിടുത്തെ വലിയ നാരായണൻ ചെരിഞ്ഞതോടെയാണ് ഇദ്ദേഹം തൊഴിലുപേക്ഷിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മദ്യവും മയക്കുമരുന്നും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും സമൂഹത്തിന്റെ മൂല്യബോധത്തിന് വെല്ലുവിളിയാണെന്ന് സാമൂഹ്യ പ്രവർത്തകൻ സജി ശ്യാം. പാലക്കാട്ട് BMS വനിതാ തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആധുനിക കാലഘട്ടത്തിൽ ശക്തമായ സ്ത്രീ മുന്നേറ്റത്തിലൂടെ മാത്രമേ സാമൂഹ്യ പരിഷ്കരണം സാധ്യമാകൂവെന്നും സജി ശ്യാം ചൂണ്ടിക്കാട്ടി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് VK സുജാത അധ്യക്ഷത വഹിച്ചു. പറളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ K ശ്രീലത, വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ TB ഉഷ എന്നിവർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. റീന ഹരിദാസ് പ്രതിജ്ഞ ചൊല്ലി. പൂർവ്വ സൈനിക മാതൃസമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ അച്യുതൻ, BMS സംസ്ഥാന സെക്രട്ടറി സോണി സത്യൻ, ട്രഷറർ C ബാലചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി K രാജേഷ്, K രാജേശ്വരി, P പ്രവീണ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. കരിമ്പ, മലമ്പുഴ മേഖലകളിലെ വനിതാ പ്രവർത്തകരുടെ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാഭ്യാസ ഓഫീസ് ജീവനക്കാരുടെ അറിവില്ലായ്മ മൂലം കേരളത്തിലെ ആയിരക്കണക്കിന് അധ്യാപകർക്ക് നിയമനാംഗീകാരം ലഭിക്കുന്നില്ലെന്ന് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PS ശശികുമാർ. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് 2000-ഓളം കേസുകളാണ് ഹൈക്കോടതിയിലുള്ളതെന്നും ശശികുമാർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തതിൽ ഒഴികെയുള്ള നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണമെന്ന് PS ശശികുമാർ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് 2000-ഓളം കേസുകളാണ് ഹൈക്കോടതിയിലുള്ളത്. മാനദണ്ഡപ്രകാരം നിയമിച്ച അധ്യാപകർക്ക് നിയമനം ലഭിക്കാത്തത് വിദ്യാഭ്യാസ നിയമങ്ങളിലെ അജ്ഞത മൂലമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ഓഫീസിലെ ജീവനക്കാർക്ക് KER, KSR എന്നിവ സംബന്ധിച്ച് പരിശീലനം നൽകണം. 8-9 വർഷമായി നിയമനം ലഭിക്കാതെ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിച്ചാലും നിയമനം ലഭിക്കാത്ത സ്ഥിതിയാണ്. അപ്പോയിന്റ്മെന്റ് രേഖകൾ സർക്കാരിലേക്ക് നൽകേണ്ട സമന്വയ സൈറ്റ് പോലും ഉദ്യോഗസ്ഥർ മാനേജർമാർക്ക് അനുവദിക്കാത്ത സ്ഥിതിയുണ്ട്. നിയമന ഉത്തരവ് ലഭിക്കാതെ ആത്മഹത്യ ചെയ്ത കോഴിക്കോട്ടെ അധ്യാപികയുടെ അവസ്ഥയിലാണ് കേരളത്തിലെ ആയിരക്കണക്കിന് അധ്യാപകർ. അധ്യാപകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ സർക്കാർ പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണമെന്നും ശശികുമാർ ആവശ്യപ്പെട്ടു. ട്രെയിനിങ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് 2 വർഷത്തെ ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് കൊടുക്കാതെ അവിടെ വരുമ്പോൾ അതാത് കാലങ്ങളിൽ ഇറങ്ങിയ സർക്കുലറുകളോ GO, KER വ്യക്തമായി അവർ മനസ്സിലാക്കാതെ വിദ്യാഭ്യാസ ഓഫീസിൽ വരുമ്പോൾ ഈ സൂപ്രണ്ട് പറയുന്നവർക്ക് കേൾക്കാൻ മടി തോന്നുന്നു, സെക്ഷൻ ക്ലർക്ക് പറയുന്നു അവർക്ക് കേൾക്കാൻ മടി തോന്നുന്നു. കാരണം അവർക്ക് അത് അറിവില്ലായ്മ കൊണ്ടാണ്. പത്രത്തിൽ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇടുന്ന ഉത്തരവുകളൊന്നും അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ, ഇപ്പോൾ ഇവരുടെ വിദ്യാലയത്തിൽ, പല വിദ്യാലയങ്ങളിൽ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നിരവധി നിയമനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. 9 വർഷമായിട്ട് ഒരു അധ്യാപകരുടെ നിയമനം അംഗീകരിക്കപ്പെട്ടില്ല. 1 അല്ലെങ്കിൽ 2 അധ്യാപകരുടെ നിയമനം അംഗീകരിക്കപ്പെട്ടില്ല. ഈ നിയമനങ്ങൾ കൃത്യമായി കുട്ടികളുള്ളതും യാതൊരുവിധ തടസ്സങ്ങളില്ലാത്തതാണ്. സർക്കാർ ഉത്തരവുണ്ടായി. ആദ്യം സർക്കാർ ഉത്തരവിട്ട് നിയമനം നടക്കാൻ വേണ്ടിയിട്ട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അത് വീണ്ടും പല കാരണങ്ങൾ പറഞ്ഞ് മടക്കി. വീണ്ടും സർക്കാർ 4-5 GO ആണ് ഒരു നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ട്രഷറർ ഉമ്മർ ഫാറൂഖ്, അധ്യാപകരായ V ഡാലിയ, C ശ്രീജ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊപ്പം അഭയം ചാരിറ്റബിൾ സൊസൈറ്റി അന്തേവാസികൾക്കായി പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രവും നബാർഡും ചേർന്ന് ക്ലാസുകൾ സംഘടിപ്പിച്ചു. നബാർഡ് DDM കവിത റാം ഉദ്ഘാടനം ചെയ്തു. അഭയം അന്തേവാസികളായ സ്ത്രീകളുടെ മാനസികാരോഗ്യത്തിന്റെ ഉന്നമനത്തിനായി ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. പോഷകാഹാര ഉന്നമനത്തിനായി അന്തേവാസികൾക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. കൃഷിയിടങ്ങളിൽ നിന്നുള്ള തേൻ സംഭരിക്കുന്നതിനായി ചെറു തേനീച്ച കോളനിയും വിതരണം ചെയ്തു. നബാർഡ് DDM കവിത റാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ഷാബിറ അധ്യക്ഷത വഹിച്ചു. അഭയം സ്ഥാപകൻ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കൃഷി വിജ്ഞാന കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ KV സുമിയ പദ്ധതി വിശദീകരിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രം പ്രൊഫസർ ഡോക്ടർ M ഇസ്രായേൽ തോമസ്
അഭയം കൃഷ്ണനെയും നബാർഡ് DDM കവിതാറാം കാർഷിക രംഗത്ത് സംരംഭകയായ റഹമത്തിനെയും ആദരിച്ചു. തുടർന്ന് റഹമത്ത് മജീദ് അന്തേവാസികൾക്കായി സോപ്പ് നിർമ്മാണം സംബന്ധിച്ച് പരിശീലനം നൽകി. ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയെക്കുറിച്ച് കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രശ്മി ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലഹരി വിരുദ്ധ മാരത്തണുമായി മണ്ണൂർ AUP സ്കൂൾ വിദ്യാർത്ഥികൾ. മണ്ണൂർ സെന്ററിൽ നിന്നാരംഭിച്ച മാരത്തൺ 3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് പത്തിരിപ്പാല ടൗണിലാണ് സമാപിച്ചത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും മാരത്തണിൽ പങ്കെടുത്തു. പഞ്ചായത്ത് അംഗവും SMC ചെയർമാനുമായ VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെയുള്ള പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഇത്രയും നേരത്തെ ഈ വിപത്തിനെതിരെ ശബ്ദിക്കാൻ ഞങ്ങളുണ്ട് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഈ മഹത്തായ ഈ കൂട്ടയോട്ടത്തിന്, ഈ മാരത്തണിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. മണ്ണൂർ AUP സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ 250ഓളം പേർ പങ്കാളികളായി. റിട്ടയർഡ് SI ഷംസുദ്ദീൻ മണ്ണൂർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സ്കൂൾ മാനേജർ PK സദാശിവൻ മാസ്റ്റർ, SMC ചെയർമാൻ VM അൻവർ സാദിഖ്, PTA പ്രസിഡന്റ് N ഗണേശ് എന്നിവർക്ക് പതാക കൈമാറി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. പത്തിരിപ്പാല സെന്ററിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് ഒരുക്കി. P ഉമാദേവി, N ശ്രീലജ, PS സ്വാതി, V അഞ്ജു, സുനി, സബുറ, ചന്ദ്രിക, റഷീബ, S അജിത് കുമാർ, PS വിനീത്, MT ഷിഹാബുദ്ദീൻ, KN അമൽ ശങ്കർ, ജയേഷ്, VP ഇബ്രാഹിം, A ബീന, MPTA പ്രസിഡന്റ് ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന അധ്യാപിക TA ഷരീഫ സ്വാഗതവും KM അബ്ദുൽ ഹക്കീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. KSSPU പാലക്കാട് റൂറൽ ബ്ലോക്ക് വനിതാ ദിനാചരണം മുണ്ടൂർ എഴക്കാട് പെൻഷൻ ഭവനിൽ നടന്നു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക V വിജയം ഉദ്ഘാടനം ചെയ്തു. നമുക്കതൊരു സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. വനിതാ ദിനത്തിന് ഒരു നല്ല, വളരെ സംഭവബഹുലമായ, വളരെ വിപ്ലവകരമായ ഒരു ചരിത്രം തന്നെയാണുള്ളത്. അതൊരിക്കലും പുരുഷ കേന്ദ്രീകൃതമായിരുന്നില്ല. പുരുഷന്മാരെ നയിച്ചൊരു മുന്നേറ്റത്തിൽ നിന്നുമല്ല വനിതാ ദിനം ഉണ്ടായത്. മറിച്ച് ന്യൂയോർക്ക് സിറ്റിയിലാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തുല്യവേതനവും അതുപോലെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് സ്ത്രീകള് ഒത്തുകൂടുന്നത്. അതിവിടെ അല്ലാതെ ന്യൂയോർക്ക് സിറ്റിയിലാണ്. യൂണിയൻ സംസ്ഥാന കൗൺസിലർ PR രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി O മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ OM ബുഷറ ആരോഗ്യ ക്ലാസ് എടുത്തു. ആകാശവാണി ആർട്ടിസ്റ്റ് വാസന്തി ഹരികുമാർ, വെറ്റിനറി ഡോക്ടർ KM മഞ്ജുഷ എന്നിവരെ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻകുട്ടി, സംസ്ഥാന കൗൺസിലർമാരായ P രാജഗോപാലൻ, MC വാസുദേവൻ, റൂറൽ ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ്, പ്രസിഡന്റ് K പാർത്ഥസാരഥി, PP പ്രേമ, വനിതാ കമ്മിറ്റി ജോയിന്റ് കൺവീനർ CK പൊന്നമ്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. ഷൊർണൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ P സിന്ധു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന കൗൺസിലർ NP കോമളം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ, ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, വനിതാ കൺവീനർ TM സരസ്വതി, ജോയിന്റ് കൺവീനർ TK രാധ തുടങ്ങിയവർ സംസാരിച്ചു. ലക്കിടി AJB സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും റാലിയും സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം പോലീസ് സബ് ഇൻസ്പെക്ടർ ഹരിദേവ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഇവരൊക്കെ ചെറുപ്പത്തിലെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ നല്ലപോലെ തല്ലി വെക്കുന്നത്. നിങ്ങൾ രക്ഷിതാക്കളോടാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും എന്ത് മക്കളോട് അധികമായിട്ട് ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ എപ്പോഴും ഒരു ശ്രദ്ധ അതിൽ വേണം. ഈ സമയത്ത് കുറച്ചു പ്രായപ്പോഴേക്കും പുതിയ പുതിയ അഡിക്ഷനിലേക്ക് അവരെന്തെങ്കിലും വഴിമാറിക്കൊണ്ടേ നിൽക്കും. പുതിയ പുതിയ കാഴ്ചകൾ കാണും, പുതിയ കൂട്ടുകാർക്കും ഇപ്പോഴും നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളായിരിക്കും. പിന്നെ എന്ത് ചെയ്യും, കുറെ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് പഠിക്കാൻ തുടങ്ങും. അവർക്ക് എന്ത് ചെയ്യും, എടാ അതൊന്ന് വലിച്ചു നോക്കൂ, ഒരൊക്കെ തവണ വലിക്കല്ലേ, അത് കുറച്ച് ഹീറോയിക് ആക്ടിവിറ്റിയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയും. കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 160ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂൾ മാനേജർ അലി അക്ബർ, PTA പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷ എന്നിവർ സംസാരിച്ചു.
അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പുറമെ നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. പ്ലക്കാർഡുമേന്തിയുള്ള റാലിയിൽ കുട്ടികളും PTA ഭാരവാഹികളും രക്ഷിതാക്കളും അധ്യാപകരും അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന് ആറാട്ടോടെ സമാപനം. 8 വിളക്കുത്സവങ്ങളായാണ് മാർച്ച് 1 മുതൽ 8 വരെ ക്ഷേത്രോത്സവം കൊണ്ടാടിയത്. 8ാം വിളക്ക് ദിനമായ ശനിയാഴ്ച വിശേഷ പൂജകൾ, ഉച്ചയ്ക്ക് ആറാട്ട് സദ്യ എന്നിവയുണ്ടായി. നിരവധി ഭക്തർ ആറാട്ട് സദ്യയിൽ പങ്കെടുത്തു. വൈകിട്ട് 5:30 ഭാരതപ്പുഴയിലേക്ക് ആറാട്ട് പുറപ്പാട് ആരംഭിച്ചത്. കല്ലൂർ കല്ലമ്പാക്ക ഭഗവതി ക്ഷേത്രത്തിൽ ദേശവേല മഹോത്സവത്തിന് കൊടിയേറി. 14-നാണ് ദേശവേല. വിപുലമായ പരിപാടികളോടെയാണ് വേലാഘോഷം. 14-ന് ദേശവേലയോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുക. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് മേൽശാന്തി മാടമന ശശി എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലാണ് ഉത്സവം കൊടിയേറിയത്. 14-ന് രാവിലെ 10-ന് പഞ്ചാരിമേളമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തുന്ന വേലകൾ കാവുകയറും. രാത്രി 10:30-ക്ക് ഡബിൾ തായമ്പകയും 15-ന് ശനിയാഴ്ച പുലർച്ചെ പാണ്ടിമേളവും നടക്കും. ദേശവേലയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന കലാപരിപാടികളും അനുമോദന ചടങ്ങും കഥകളി സംഗീതജ്ഞൻ ഡോക്ടർ സദനം ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ ഈ എഡ്യൂക്കേഷൻ ധാരാളം ഞാൻ പഠിപ്പിച്ച ധന്യ അടക്കമുള്ള കുറേ കുട്ടികൾ ഇവിടെയുണ്ട്, രശ്മിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എത്ര കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതാമോ അത്രയധികം മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അത്രയധികം ബുദ്ധിയുള്ള കുട്ടി എന്നാണ് അന്നൊക്കെ നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞാൽ കുറേ ഭാഷാപരമായ കാര്യങ്ങൾ മനഃപ്പാഠമാക്കുകയല്ല, മറിച്ച് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് അഭിമുഖീകരിക്കാനുള്ളൊരു ബുദ്ധി, അതൊരു ബുദ്ധിയാണ്. സംഗീതാത്മകമായ ബുദ്ധി അതൊരു ബുദ്ധിയാണ്. കെ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കല്ലൂർ രാമൻകുട്ടി മാരാർ, കല്ലൂർ നാരായണൻകുട്ടിയാശാൻ, പഴനിമല AC തെയ്യുണ്ണി, NP രാജു, MS മുത്തുരാമൻ എന്നീ കലാകാരന്മാരെ സദനം ഹരികുമാർ ഉപഹാരം നൽകി ആദരിച്ചു. രശ്മി പ്രാർത്ഥന ചൊല്ലി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് MK വാസുദേവൻ സ്വാഗതവും മാതൃസമിതി പ്രസിഡന്റ് സതി വാസുദേവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ നാളെ ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടുകയാണ്. പ്രധാന മത്സരങ്ങളിലെല്ലാം ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്ന ടീമാണ് ന്യൂസിലൻഡ്. ICC ടൂർണമെന്റുകളിൽ പലതവണ ഇന്ത്യയുടെ വഴിമുടക്കിയിട്ടുള്ള ന്യൂസിലൻഡിനെ ഇക്കുറി നമുക്ക് കീഴടക്കാനാകുമോ? മാറ്റുലിയിലേക്ക്. ഇന്ത്യ ന്യൂസിലാൻഡ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ തന്നെ ജയിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിൽ ആദ്യ പൂളിൽ തന്നെ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള കളിയിൽ നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ട് ഇന്ത്യ ന്യൂസിലാൻഡ് തോൽപ്പിച്ചതിൻ്റെ ഒരു ഇതുണ്ട്. അതുകൂടാതെ ഒരു ഓസ്ട്രേലിയനെ തോൽപ്പിച്ച് പകരം വീട്ടിയതിൻ്റെ ഒരു ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ട്. പിന്നെ കരുത്തരായ ബോളേഴ്സ്, ബാറ്റ്സ്മാൻമാർ എല്ലാവരും നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. രണ്ടാമത്തെ ചാമ്പ്യൻസ് ട്രോഫി. നിലവിലൊരു പെർഫോമൻസ് വെച്ച് ഇന്ത്യക്കാണ് ഒരു നേരിയ മുൻതൂക്കം കാണുന്നത്. പിന്നെ ടീം ന്യൂസിലാൻഡാണ്, നല്ല ഫൈറ്റ് ചെയ്ത് കളിക്കുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ഒരു മത്സരം എന്ന നിലയ്ക്ക്, ഒരു പ്രധാന മത്സരം എന്ന നിലയ്ക്കുള്ള ജാഗ്രത ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയം എന്തായാലും ഇന്ത്യക്ക് അനുകൂലമാണെന്ന് വരും. മാറ്റൊലി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജുവൽ ഹട്ട്, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. CPM സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുന്നത് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ നയമെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. CPM പങ്കുവെക്കുന്നത് കേരള വികസനം കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിലൂടെ എന്ന കാഴ്ചപ്പാട്. ഭരണം നിലനിർത്താനുള്ള അടവ് നയം നവഫാസിസത്തിന്റെ ആശീർവാദത്തോടെയെന്നും MM ഹസൻ. എലപ്പുള്ളിയിൽ ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ KPCC പ്രസിഡന്റ് EM സുധീരൻ. കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രിസ്ത്യൻ കോളേജുകളിലും ആശുപത്രികളിലും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പരാമർശം തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനത്തിൽ. സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇവ പരിഹരിച്ച് മുന്നേറാൻ കഴിയണമെന്നും പാലക്കാട് ജില്ലാ കളക്ടർ G പ്രിയങ്ക. കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. വനിതാ ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിപുലമായ പരിപാടികൾ. ജില്ലാതല ഉദ്ഘാടനം ഷൊർണൂരിൽ.
പാലക്കാട്ട് മഹിളാ കോൺഗ്രസിന്റെ നൂൺ വാഗ്. BMS നേതൃത്വത്തിൽ വനിതാ തൊഴിലാളി സംഗമം. വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ പരിഹരിക്കാനോ കേരള സർക്കാരിന് താൽപര്യമില്ലെന്ന് BJP സംസ്ഥാന പ്രഭാരി അപരാജിത സാരംഗി MP. ആശാവർക്കർമാരുടെ സമരത്തിന് BJPയുടെ ഐക്യദാർഢ്യം. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ മാർച്ച്. ഒറ്റപ്പാലത്ത് ആശാവർക്കർമാരുടെ സമരത്തോടുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിനും അർബൻ ബാങ്ക് മുക്കുപണ്ട തട്ടിപ്പിനുമെതിരെ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. പിണറായി സർക്കാരും CPM-ഉം പണത്തിനു പിറകെയെന്ന് BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 47 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ യുവതീ യുവാക്കൾ അറസ്റ്റിൽ. ചാവക്കാട്ട് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി രാസലഹരി വേട്ട. MDMA-യുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. കേരളത്തിലേക്ക് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനി പാലക്കാട്ട് അറസ്റ്റിൽ. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്ന യുവാവിനെ പോലീസ് പിടികൂടി. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വീട് കുത്തി തുറന്ന് കവർച്ച. സ്വർണവും പണവും കവർന്നു. കവർച്ച നടന്നത് ഭാരതപ്പുഴ റോഡിൽ മണ്ണുംപടിക്കൽ ജാഫർ അലിയുടെ വീട്ടിൽ. ചിനക്കത്തൂർ പൂരം വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. 7 ദേശം കോർഡിനേഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചത് ജില്ലാ ഭരണകൂടം അപേക്ഷ തള്ളിയതിനെ തുടർന്ന്. പൂരം ദിവസം രാത്രി 8-ന് പടിഞ്ഞാറൻചേരിയുടെയും 9:30-ന് തെക്കുമംഗലം ദേശത്തിന്റെയും 13-ന് രാവിലെ 7 ദേശ കമ്മിറ്റിയുടെയും വെടിക്കെട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി അവതാളത്തിൽ. കേരളത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ളത് 120 കോടിയോളം രൂപ. നഷ്ടപരിഹാരം ലഭിക്കാതെ ദുരിതത്തിലായത് 93,000-ലേറെ കർഷകർ. കേന്ദ്ര കേരള സർക്കാരുകൾ അടിയന്തരമായി പണം ലഭ്യമാക്കണമെന്ന് കർഷക സംഘം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.